എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ മുമ്പ് ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണ് ഇത്. ഓയിൽ നൈഫ് വർക്കാണ്. റെനോയുടെ ഒരു വർക്കിനെ പുതമാക്കി ഒരല്പം ഫ്രീഡം കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു കോപ്പി വർക്കാണ്. ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ മേഘങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് ഫംഗസ് വന്നതിന് ശേഷം ആകെ അഴുക്ക് പിടിച്ചതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫംഗസ് വന്നിട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേയൊക്കെ ശ്രമിച്ചെങ്കിലും അതെങ്ങനെയായാലും നമുക്ക് എടുത്ത് കളയാൻ സാധിക്കുന്നില്ല. ബാക്കി ചില ഭാഗങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ല. ലൈറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത്. അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള മറ്റൊരു പെയിൻറ്റിംഗ് ആണിത്. ഇതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ ഫംഗസ് വന്നു. ഒരല്പം നനഞ്ഞ തുണി കൊണ്ട് തൽക്കാലം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വല്ലാതെ തുടച്ച് നീക്കാനും വയ്യ. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം നന്നായി ഡ്രൈ ചെയ്യുന്നതിനായിട്ട് ഇത് മാറ്റി വയ്ക്കുകയും വേണം. ഈ പെയിൻറ്റിങ് ബ്രഷും അതുപോലെ തന്നെ നൈഫും കൂടെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഈ വർക്കുകളൊക്കെ തന്നെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ചെയ്തതല്ല. ഒരൊറ്റ സ്റ്റെപ്പിന് അങ്ങോട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ രണ്ടാമത് ചില സമയത്ത് ഒരു ലെയർ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലെ ലെയർ ഉണങ്ങാത്തതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഫംഗസ് ആയിട്ട് ഇത് കാണുന്നത്. ഏതായാലും ഈ പെയിൻറ്റിങ് ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ഫ്രെയിമൊക്കെ പിടിപ്പിച്ച് ഇതുപോലുള്ള മറ്റ് 2 പെയിൻറ്റിങ്ങുകൾ കൂടിയുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ഗാലറിക്കകത്ത് തൂക്കാൻ പറ്റുമെന്ന് നോക്കാം. അമിതമായിട്ട് നമ്മൾ പ്രഷർ ഉപയോഗിച്ചിട്ട് അത് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് തന്നെ ഇളകിപ്പോരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി വർക്കുകൾ ചെയ്ത സമയത്ത് അതിനകത്ത് ഓയിൽ അധികം കൂട്ടിയിട്ടില്ല. ഇപ്പോൾ വരുന്ന പെയിൻറ്റിനകത്ത് തന്നെ ഓയിൽ മിക്സഡ് ആയതുകൊണ്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നിയില്ല. ഇനി നമ്മൾ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താൽ എങ്ങനെയാവും എന്നാണ് നോക്കുന്നത്. ആൽക്കഹോൾ കണ്ടൻറ്റ് സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ഒരു കോട്ടണിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടോ വളരെ പതുക്കെ പ്രസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെയിൻറ്റ് ഇളകിപ്പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മോൾഡ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിനാഗർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. രണ്ടായാലും നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. കാരണം പെയിൻറ്റിങ് ഡാമേജ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മോയ്സ്റ്റ് മുഴുവൻ ഉണങ്ങിയതിന് ശേഷം മറ്റൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഏതായാലും ഈ പെയിൻറ്റിങ്ങും കൂടാതെ മറ്റ് 2 പെയിൻറ്റിങ്ങുകളും കൂടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചിലവുകളൊന്നുമില്ലാതെ ഇത് ഫ്രെയിം ചെയ്ത് നമുക്ക് ഗാലറിയിൽ വെക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് UPVCയുടെ ഷീറ്റിൻ്റെ ഭാഗങ്ങളാണ്. ഇത് വീട് പണിയുടെ അവശിഷ്ടങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പശ ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടിരിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വെയിറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് സ്ക്രൂ ചെയ്യുകയും അതുപോലെ ഗം ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പെയിൻറ്റിങ്ങിൻ്റെ പുറകിൽ ചെറിയൊരു ഫ്രെയിം നമുക്ക് കിട്ടും. അപ്പോൾ എവിടെയും നമുക്കൊരു ആണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രൂ ഉണ്ടെങ്കിൽ അവിടെ ഇത് തൂക്കിയിടാൻ പറ്റും. ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പല കടകളും തുറന്നിട്ടില്ല. അപ്പോൾ ഇത് ഫ്രെയിം ചെയ്യുന്നതിന് മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഗാലറിയിൽ വെക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. ഇത്തരം മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ഒരു ചെറിയ നൈഫ് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ ആവശ്യമുള്ളൂ. ഒന്നാമത് ഇത് ഹാർഡ് മെറ്റീരിയൽ അല്ല. എന്നാൽ അതേസമയം തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യുന്നതിനൊക്കെ വളരെ ഈസിയാണ്. അത്യാവശ്യം ഉറപ്പും ഉണ്ട്. നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പുറകിൽ ഇത് മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ, പുറത്തേക്ക് കാണാത്ത രീതിയിൽ ആണ് ഇത് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോർണർ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആംഗിൾ നമുക്കില്ല. 2 പീസുകളും ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചതിന് ശേഷം ഒരു സ്ക്വയർ വരച്ച് അതിൻ്റെ കോർണർ ടു കോർണർ വരച്ച് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആംഗിൾ വളരെ കൃത്യമായിട്ട് അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രെയിം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പുറകിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഗം ഉപയോഗിച്ചിട്ട് അത് പ്രസ് ചെയ്തിട്ട് അവിടെ ചേർത്ത് വയ്ക്കുക. വളരെ കൃത്യമായിട്ട് നമ്മൾ ആ ഫ്രെയിം പെയിൻറ്റിങ്ങിൻ്റെ പുറകിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. വെയിറ്റ് ആയിട്ട് പുസ്തകങ്ങളോ മറ്റെന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചതിന് ശേഷം കുറച്ച് നേരം അത് ഒട്ടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെക്കുക. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ഒരു വർക്കാണ്. ഓൾറെഡി ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇത് വേസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് പലതും പല സൈസും തിക്നെസ്സും ഒക്കെയാണ് ഉള്ളത്. ഏതായാലും അത് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാം. 3 പെയിൻറ്റിങ്ങുകളും നമ്മൾ പുറകിലായിട്ടൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ്റുകൾ നമുക്ക് ചുവരിൽ തൂക്കിയിടുന്നതിനായിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റിലാണ് നമ്മളിത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചുവരിൽ തൂക്കിയിടാൻ നമുക്ക് സാധിക്കും. വാട്ടർ ലെവൽ ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടി വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഓയിൽ പെയിൻറ്റിങ്ങുകൾ നിങ്ങൾ ഇങ്ങനെ ഗാലറിക്കകത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ പിക്ചർ വാർണിഷ് ഉണ്ടെങ്കിൽ അത് ഒരു കോട്ട് ചെയ്യുന്നത് പെയിൻറ്റിങ്ങിനെ വളരെ അട്രാക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിന് നന്നായിരിക്കും. ഇതിനകത്ത് തന്നെ നേരത്തെ ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ള ചില വാട്ടർ കളർ വർക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ മുമ്പ് ചെയ്തിട്ടുള്ള ചില വാട്ടർ കളർ വർക്കുകളാണ്. ഈ അടുത്ത കാലത്താണ് ഒരു റൂമിനകത്ത് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ക്യാൻവാസ് ബോർഡിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അത് കാണാത്ത രീതിയിൽ തന്നെ ഗം ഉപയോഗിച്ച് ചെറിയ സ്ക്രൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫ്രെയിം ചെയ്ത് നമുക്ക് തൂക്കാവുന്നതേ ഉള്ളൂ. ഓയിൽ പെയിൻറ്റിങ്ങുകളാകുമ്പോൾ നമ്മൾ ഗ്ലാസ് ഒന്നും ചേർത്ത് ഫ്രെയിം ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല.